ഹായ് ഫ്രണ്ട്സ്, ഡെയിംസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാകും. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് കോമഡി ഷോട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വ്ലോഗ്സൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ഞാൻ പറയണില്ല. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പാത്രം കഴുകാനായിട്ട്, രാത്രി ചോറിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടാണ്. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ എല്ലാം എടുക്കും. ഓ, എന്തൊരു സൗണ്ടാണത്! മഞ്ഞിൽ ചേക്കേറും നഗര പെൺപക്ഷി മധുഗാനത്ത് ആരും ചോദിക്കാതെ തന്നെ പാടേണ്ട. നമുക്കേ എൻ്റെ ചാനൽ നമുക്ക് വാച്ച് അവർ കുറവാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫുള്ള് ഇത്തിരി ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വാച്ച് അവർ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ എപ്പോഴും ഓർക്കും എന്തെങ്കിലും ഒരു ഇത് ചെയ്യണോ. അങ്ങനെ 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 മടിഞ്ഞ് അങ്ങനെ അങ്ങനെ പോകും. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. നമുക്ക് വേണ്ടിയിട്ട് ലൈവ് ചെയ്യാനൊന്നും നമുക്ക് തോന്നാറില്ല. മറ്റുള്ളവരുടെ ലൈവ് ഇതൊക്കെ നമ്മൾ ഇന്ന് കാണാൻ നമ്മൾ ലൈവ് ചെയ്താലാണ് നമുക്ക് വാച്ചുകൾ ഉണ്ടാവുക, അറിയാമോ? അത് അങ്ങോട്ട് എനിക്ക് എത്ര വന്നിട്ടും അങ്ങോട്ട് തിരിയണില്ല. നമ്മൾ ലൈവ് ചെയ്താലേ നമുക്ക് വാച്ചുകളുണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെ ലൈവ് നമുക്ക് കാണണം, പക്ഷെ എൻ്റെ കാര്യം ഞാൻ ചിന്തിക്കാറ്. പിന്നെ ഇതൊക്കെയാണ് എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും ഓർക്കൂടെ, നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഇങ്ങനെ എപ്പോഴും വിചാരിക്കൂടാ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും 10-12 മണിയാകും. അപ്പോൾ എപ്പോഴും ഓർക്കൂടെ, നമ്മുടെ ഈ ചെറുപ്പത്തിലേക്ക് നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ പോണ കാര്യങ്ങൾ, ഇങ്ങനെ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോഴേ എപ്പോഴും മാവാണ്. എപ്പോഴും നിറച്ച് മാവുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ മാങ്ങ പെറുക്കാൻ പോകും. 5 മണിക്കൊക്കെ ഞങ്ങൾ മാങ്ങ പെറുക്കാൻ പോകും. ഞങ്ങളും വീടിൻ്റെ അടുത്തോട്ടൊക്കെ സന്ധ്യയായിട്ടാണ് പോകുന്നത് മാങ്ങ പെറുക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് മാങ്ങയൊക്കെ പെറുക്കി കഴിയുമ്പോഴത്തേക്കും ഇരുട്ടായിരിക്കും കേട്ടോ, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ച് പറയണമെന്ന് വിചാരിച്ചു എപ്പോഴും. അപ്പോൾ നമ്മുടെ അയൽവക്കത്തൊക്കെ നല്ല സ്വന്തം എല്ലാവരും ഉണ്ടാവും മാങ്ങയൊക്കെ പെറുക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ കൂട്ടത്തോടുകൂടി പോകും കേട്ടോ മാങ്ങയൊക്കെ പെറുക്കാൻ. അപ്പോൾ ചെറിയ സന്ധ്യയൊക്കെ ഞങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ, നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ഉടമസ്ഥനൊന്നും അങ്ങനെ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ സമയത്താണ് മാങ്ങ പെറുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ പെറുക്കി നമ്മളിപ്പോൾ മാങ്ങ പെറുക്കാൻ ചെല്ലണമെങ്കിൽ നല്ല ഇരുട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേറെ ഉള്ള ആൾക്കാരൊന്നും മാങ്ങ പെറുക്കിക്കൊണ്ട് പോയിട്ടുണ്ടാവും. വീട്ടിൽ ചെന്നിട്ട് മാങ്ങയൊക്കെ പെറുക്കി സഞ്ചിയിലൊക്കെ ഇട്ട് കൊണ്ടുപോട്ടെ. അപ്പോൾ ചിലത്തൊക്കെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റും. അപ്പോൾ പല ടൈപ്പ് മാവുകളുണ്ട് അവിടെ. സേലം മാങ്ങ, കടുക്കാച്ചി മാങ്ങ, വെള്ളാര മാങ്ങ, പിന്നെ പ്രിയൂര് മാങ്ങ, ഇഷ്ടംപോലെ മാങ്ങകളുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഒട്ടുമാവൊക്കെ ഉണ്ട്. ഒട്ടുമാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 ടൈപ്പ് മാങ്ങ ഉണ്ടാവണമെന്നാണ് തോന്നുന്നുണ്ട്, അങ്ങനെയാണെന്ന് തോന്നണം. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കയ്യെത്തി പറിക്കാവുന്ന ദൂരത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ ആടെ കണ്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കയ്യെത്തി പറിക്കാന്ന് ഓർത്താലും ചിലപ്പോൾ ഓണർ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പേടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറിക്കാനായിട്ട്. അപ്പോൾ ഒരു കൊലയിൽ ഒരു 5-10 ഇതുണ്ടാവുന്ന മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറക്കൂട്ടാ ഷോ. അപ്പോൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ടും സ്കൂളിലൊക്കെ പോയിട്ട് ഒരു ഉച്ചക്ക് ചോറിനാൻ വന്നിട്ട് പിന്നെ ഓടും കേട്ടോ പള്ളിയിൽ മാവിൻ്റെ ചുട്ടോട്ട് പോകും. അപ്പോൾ പിള്ളേരൊക്കെ പെറുക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു കൊലയിൽ 5-8-10 മാങ്ങകളൊക്കെ ഉണ്ടാവുന്ന മാവൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാക്ക ചെന്നിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാല് കൊള്ളുമ്പോഴത്തേക്കും മാങ്ങ പെട്ടെന്ന് തന്നെ പഴുത്തൊക്കെ ഉണ്ട് താഴ്ന്നത്. ഒരു 10-12 മാങ്ങകളുള്ള കൊലയിൽ ചെറിയ മാങ്ങകൾ ഇങ്ങനെ ഇതായിട്ട് കുടിക്കുന്ന മാങ്ങകളൊക്കെ ഉണ്ട്. അത് നാരൻ മാങ്ങകളൊക്കെ.
അപ്പൊ അതൊക്കെ പെറുക്കാനുണ്ട്. അതാണ് മെയിനായിട്ട് വീഴുന്നതാണ്. അപ്പോൾ അത് പെറുക്കാം. മറ്റുള്ള മാങ്ങകളിലെ നല്ല രുചിയുള്ള മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കിട്ടല്ല. അത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങളുടെ പണി ഇതൊക്കെയാണ്. ഞങ്ങൾ വെളുപ്പാകാലത്ത് പോകുന്ന പെറുക്കാനായിട്ട് ചിലപ്പോൾ ആരെങ്കിലും വന്ന് പെറുക്കിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും പള്ളിയിൽ വൈകുന്നേരം അവിടെയും വേണ്ടിട്ടാ, അവിടെയും വേണ്ടി പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ വേഗം മാങ്ങ ചൂടി മത്സരിച്ചാണ് ഞങ്ങൾ ഓടുന്നത് ഈ മാങ്ങ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പള്ളിയുടെ അടുത്ത് കൊണ്ടിട്ടാ നമുക്ക്, പള്ളിയുടെ അടുത്ത് ഒരു വലിയൊരു വീടുണ്ട്. ആ വീടിൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ തല്ലിത്തേങ്ങ, പിന്നെ ചാമ്പക്ക, പിന്നെ പേരക്ക, തല്ലിത്തേങ്ങ ഉണ്ട് ഇഷ്ടം പോലുള്ളത്. മാവൊക്കെ കുറവാണ് ഇവിടെ തല്ലിത്തേങ്ങ. എന്നിട്ട് ഞങ്ങളുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തല്ലിത്തേങ്ങ എല്ലാം ഞങ്ങൾ പെറുക്കിയിട്ട് ഈ പക്ഷേന്ന് ഭയങ്കര തല്ലിത്തേങ്ങ വന്ന് പെറുക്കിയിട്ട് പള്ളിയുടെ നേർച്ചക്കുറ്റിയുണ്ട്. ആ നേർച്ചക്കുറ്റിയിൽ ഒരു പഴയ നേർച്ചക്കുറ്റിയുണ്ട്. ആ നേർച്ചക്കുറ്റിയിൽ ഇട്ട് ഞങ്ങളിങ്ങനെ തല്ലി 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 ഞങ്ങളത് കഴിക്കും കേട്ടോ. അത് പൊട്ടിക്കണം, പൊട്ടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കലൊക്കെ ഞങ്ങളുടെ പണി. അങ്ങനെ ഈ പെറ്റിക്കോട്ടിലൊക്കെ പെറുക്കിയിടുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം മൊത്തം കറിയാവും. അപ്പോൾ എലിഞ്ഞിപ്പഴം ഉണ്ട്, എലിഞ്ഞിപ്പഴവും എല്ലാവരും പെരക്കും. അപ്പം പിന്നെ ഓരോന്ന് പേരക്കൊന്നും അങ്ങനെ ഇല്ല, ചെറിയൊരു പേരയാണ്. അപ്പം നമുക്ക് അധികം പേരക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഈ പെറ്റിക്കോട്ടിലൊക്കെ പെറുക്കിയിടുമ്പോഴത്തേക്കും നല്ലോണം കറിയാവും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ ഈ തല്ലിത്തേങ്ങയും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു വീട്ടിൽ എലിഞ്ഞിപ്പഴം, പിന്നെ നെല്ലിക്കാപ്പിളി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടം ഉണ്ട്. അപ്പം ഞങ്ങൾക്കൊരു പറ്റുപറ്റുണ്ട് അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ ഇതുപോലെ മാങ്ങ ഉറക്കാനായിട്ട് അപ്പോൾ റോഡിൽ കൂടിയൊക്കെ നമ്മൾ വെറുതെ പോവുകയാണെങ്കിൽ ഞങ്ങൾ റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും ഈ കാക്ക ഇങ്ങനെ മാങ്ങ കൊത്തിയിട്ട് കാക്കം ഇട്ട് കഴിയുമ്പോൾ ഈ വഴി കൂടി പോകുന്നവർക്ക് പെറുക്കിയെടുക്കാമല്ല. അതുകൂടാതെ നമ്മളൊരു ദിവസം ഞങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അത് മിക്കവർക്കും പറ്റുന്ന അബദ്ധമുണ്ടാകും. നടന്നു പോകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ മാങ്ങ വീണെടുക്കുന്നുണ്ട് വഴിയിൽ. മാവ് അപ്പുറത്തെ സ്ഥലത്താണെങ്കിൽ ഈ മാങ്ങ വീണെടുക്കണം. അപ്പം ഞങ്ങൾ മാങ്ങ ഉറക്കാൻ വേണ്ടി നോക്കുമ്പോഴെന്താ പെറുക്കി പെറുക്കി പകുതി ആകുമ്പോഴത്തേക്കായിരിക്കും മേളിൽ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കണായിരിക്കും. അയ്യോ ചമ്മി നാറി പുഴുത്തു പോകും. എന്നിട്ട് പിന്നെ അതവിടെ ഇട്ടിട്ട് പോകും, നാണിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തെല്ലാമാണ് എന്താ പുളി, വാളംപുളി, അത് ഇത് ചെല്ലിപ്പുളി എല്ലാം ഉണ്ടാവും. സ്കൂളിലോട്ട് പോണ വഴിയും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം പെറുക്കും. അങ്ങനെ പെറുക്കി നല്ല രസമുണ്ടല്ലോ അന്നത്തെ കാലം. അങ്ങനെ പെറുക്കി കൂട്ടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ ജോലിയായിരിക്കും. പിന്നെ സ്കൂളിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയിൽ പിന്നെന്താണ് നെല്ലുണ്ടാവും. ഈ നെല്ല് വിതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാറൊക്കെ നട്ട് കുറേ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാടത്തു കൂടി ഒന്നും അങ്ങനെ പോകാൻ പാടില്ല കേട്ടോ. ഞാറൊക്കെ നട്ടുമ്പോഴത്തേക്കും അവർ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞാറൊക്കെ നട്ട് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഈ പരമ്പ് ഒക്കെ നമ്മൾ ഇടിച്ച് കളയണോണ്ട് അവർക്ക് ഇഷ്ടമല്ല, അതിൻ്റെ ഓണർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പാടത്തുകൂടി അപ്പം ഞങ്ങൾ സ്കൂളിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഷോട്ട് പോകും. പാടത്തുകൂടി നടന്നു പോകുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ ഓണർ എവിടെയെങ്കിലും ചിലപ്പോൾ അവിടെ എങ്ങനെ മൂത്രം ഒഴിക്കാനൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പം നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും പാടത്തുകൂടി ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അയാളെ കാണാൻ പറ്റില്ല. അങ്ങനെയാണ് പകുതി നടുക്കെത്തുമ്പോഴാണ് ഇയാൾ അവിടെ ഇരുന്നിട്ട് എഴുന്നേക്കണത്. നല്ല ഭയങ്കരമായിട്ട് പൊക്കവും തടിയൊക്കെ ഉള്ള ആളാണ് അതിൻ്റെ ഓണർ. അങ്ങനെ ഞങ്ങൾ പേടിച്ച് പിന്നെ പറയും. അപ്പോൾ അയാൾ എന്താണെന്ന് വെച്ചാൽ അയാൾ ഞാറിട്ട് കഴിഞ്ഞാൽ അയാളുടെ വരമ്പെല്ലാം പിടിച്ച് നമ്മൾ കളയും. അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ നടക്കണ ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് പേടിച്ചു. ഇനി മേലി വന്നു വരുന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഷോട്ട് പോകുന്നതാണ്. ഇത് പാമ്പുമൊക്കെ ഉണ്ടാവും, ചേരയും എല്ലാം ഉണ്ടാവും. എന്നാലും നമ്മൾ ഷോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതായിട്ട് പോകണമെന്ന് പേടിച്ച്. പിന്നെ എന്താണെന്ന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയും ചെമ്മിപ്പുളി മാത്രമല്ല ഞങ്ങൾക്ക് വെറുക്കാനായിട്ട്. ഈ നെൽക്കതിര് വന്നേക്ക് മുമ്പ് ആ കതിരിൻ്റെ ഉള്ളിൽ ഈ നെല്ല് വളർന്നു വരുമ്പോൾ ഒരു പാൽപ്പതിരുണ്ട്. ആ പതിര് ഞങ്ങൾ വലിച്ചൂരി തിന്നും. അതൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾക്ക് ദേഷ്യമാണ്. എല്ലാവരും പിള്ളേർ പിടിച്ച് വലിച്ച് തിന്നുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യമാണ്. നമ്മളിപ്പോൾ പാടത്തു കൂടി വന്നാൽ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ വരം പിടിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വരം പിടിച്ചിട്ട് മേലിൽ വന്നവരെന്നൊക്കെ പറയും. അപ്പം
അപ്പോഴേ ഞാൻ അവിടെ വെച്ച് നിർത്തിയാണ്ട് അപ്പോൾ പാത്രമെല്ലാം കഴുകാനുണ്ടാവും. ഞാൻ എത്ര നേരം കൊണ്ട് പാത്രം കഴുകിയ പാത്രത്തിൻ്റെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കൂടി നമ്മളിപ്പോൾ വോയിസ് ഓവർ ചെയ്യണമല്ലേ നേരത്തെ ചെയ്യണമെന്നില്ലേ. അപ്പം ഞാനിവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പം ഞങ്ങളിങ്ങനെ ഇതായിട്ട് അപ്പം ഈ ഞാറിൻ്റെ പരമ്പത്തൂടി നമ്മൾ ഈ വയലിൻ്റെ പരമ്പത്തൂടി നമ്മൾ പോകുമ്പോൾ ഈ ചെടി വെച്ച് അയാൾ മെഴിയേക്കണായിരിക്കും വരമ്പ്. അപ്പോൾ അയാൾ ഈ നമ്മുടെ ഈ പുത്തനായിട്ട് വരമ്പ് ചെടി വെച്ച് മെഴുകിക്കഴിയുമ്പോൾ നമ്മളത് നടക്കുമ്പോൾ ഇടിഞ്ഞു പോകും. അതുകൊണ്ടാണ് അയാൾ സമ്മതിക്കാത്തത്. അപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ല വരമ്പിൻ്റെ അടുത്ത് കൂടി പോണത്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ വഴക്ക് പറയണത്. പിന്നെ എല്ലാം പിള്ളേരെല്ലാം നശിപ്പിച്ചു കളയും. അപ്പോൾ അത് കാരണം അപ്പോൾ പാത്രം ഇതെല്ലാം കഴുകിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നശിപ്പിച്ചൊക്കെ കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതെ പാത്രം കഴുകി കൊടുക്കുന്നത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പഴയ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതായിട്ട് അപ്പം ഇങ്ങനെ അപ്പം ഇത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ പറയാനായിട്ട്. അപ്പം എന്നാലും ഞങ്ങൾ അയാളെ കാണാതെ കുളിച്ചൊക്കെ പോകും കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിയിലൊക്കെ ഈ പറഞ്ഞോണം എല്ലാം ഉണ്ട്. എല്ലാം ഇതുമൊക്കെ എല്ലാവരെയും കാണാതെയാണ് ഇങ്ങനെ പെറുക്കണത്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ പറയും. പിന്നെ എന്താണ് നമ്മൾ ഈ അല്ലിനാരങ്ങയൊക്കെ ഇല്ലേ, അല്ലിനാരങ്ങയൊക്കെ അന്ന സമയത്ത് 15 പൈസ 25 പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലിനാരങ്ങ നമ്മൾ മേടിച്ച് തന്നെ കഴിക്കും കേട്ടോ. മേടിച്ച് തന്നെ ഈ അല്ലിയായിട്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിള്ളേർ ഇങ്ങനെ വിൽക്കും സ്കൂളിൻ്റെ മുമ്പിലൊക്കെ ഇട്ട്. പിന്നെ അന്നത്തെ കാലത്ത് താരമുണ്ട ചവും മിഠായിയൊക്കെ. അപ്പോൾ ചവമിഠായിയൊക്കെ അന്ന് ഭയങ്കര ഇതാണ് കേട്ടോ. വല്ല ഇങ്ങനെ പഠിച്ചാലൊന്നും പോകില്ല അങ്ങനത്തെ ടൈപ്പ് മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് പറയാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ഞങ്ങൾ ഇതുപോലെ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇഷ്ടം പോലെ ഒരു വലിയൊരു പറമ്പുള്ളൊരു വീടായിരുന്നു. ആ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ ഒരു വീട് വേറെ സ്ഥലത്താണെങ്കിലും പറമ്പ് ഒരുപാട് പറമ്പുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ നാരങ്ങ, കുംബ്ലൂസ് നാരങ്ങ എന്ന് പറയും, നാരങ്ങ, കൊക്കോ, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊക്കോ, പേരക്ക, പിന്നെ ഞൊട്ടാഞ്ഞൊടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് എന്തോ ഒരു ഔഷധം പോലെയൊക്കെയാണ് ഇപ്പം. അന്ന് അവിടുത്തെ പറമ്പിൻ്റെ കാടുകളിലാണ് ഈ നൊട്ടാനൊടിയനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നൊട്ടാനൊടിയൻ പറിക്കാൻ പോകണ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്കൊക്കെ. നൊട്ടാനൊടിയൻ എന്ന് പറഞ്ഞ സംഭവം അതിങ്ങനെ പാണപ്പഴം പോലെ ഇരിക്കും. അതിങ്ങനെ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അത് മധുരവും ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. തരി പോലെ പഞ്ചസാരപ്പഴം പോലെയാണ് അതിരിക്കുന്നത്. അങ്ങനെ ഈ നൊട്ടാനൊടിയനൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പറിക്കാൻ വേണ്ടി പോകും. അതിങ്ങനെ ഒരു കവർ പോലത്തെ അതിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവം. അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പഴുത്തോ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൊണ്ട് ഇങ്ങനെ തൊലി നല്ല മഞ്ഞ കളറാവും. അങ്ങനെ നമ്മൾ പഴുത്തതെന്ന് അറിയാൻ പറ്റണം. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ ഒരു കാട് പോലെയുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങളിതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആടും എന്തോ ഈ കരിമ്പ് കാട്ടിൽ ആന കയറിയ ഒരു ഇതാണ് ഞങ്ങൾക്ക്. അങ്ങനെ അതൊക്കെ എല്ലാം പോയി പറിക്കും. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു കളവ്. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മൂത്ത ഒരുത്തേയും പിന്നെ എൻ്റെ മൂത്തുമാടെ മൂടൊക്കെ കൂടി ഞങ്ങൾ നാരങ്ങ പറിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ അവർക്കൊന്നും വേണ്ട, ഓണർക്കൊന്നും അങ്ങനെ നാരങ്ങയൊന്നും വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് പറിക്കാൻ നിന്നപ്പോഴത്തേക്കും ഒരു ഉച്ച സമയത്തായിരുന്നു. ഉച്ച സമയം എന്ന് പറഞ്ഞാൽ സ്കൂള് വിട്ടിട്ട്, അന്ന് ഞങ്ങൾ സ്കൂളിൽ എന്തോ പോയിട്ടുണ്ടായില്ല അന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സ്കൂള് വിട്ടിട്ട് ഒരു ഉച്ച സമയത്ത് ഞങ്ങൾ നാരങ്ങ, അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇപ്പം എൻ്റെ മൂത്തുമാടപ്പോൾ പറഞ്ഞു അപ്പോൾ നാരങ്ങ മുറിക്കാന്ന് പറഞ്ഞു. നാരങ്ങ അപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ്. കൊക്കോ കാട്ടിലും പേരക്കയും ഇതുമെല്ലാം കഴിഞ്ഞ് ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി വലിയ പറമ്പാണ്, പുഴയുടെ അരികത്തായിട്ടാണ്. പുഴയുടെ അറ്റം വരെയും ഇവരുടെ സ്ഥലമാണുള്ളത്. അപ്പം അങ്ങനെ ഈ നാരങ്ങ മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാരങ്ങ മുറിക്കാനായിട്ട് പതുങ്ങി ചെന്നപ്പോൾ ഞങ്ങൾ നാരങ്ങ പറിക്കാൻ പോണ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് പിള്ളേർ, അവിടെ 3-4 പിള്ളേർ വന്നിട്ടുണ്ട് നാരങ്ങ പറിക്കാനായിട്ട്. അപ്പം ഇവരിങ്ങനെ മേളിൽ കയറി പറിച്ചിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് അവർ അപ്പം ഇങ്ങനെ വലിയ നാരകമാണെങ്കിൽ പന്തലിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെന്നാ നാരങ്ങ പറിക്കാനാണ് പുറത്ത് ഇരുന്ന് എൻ്റെ മൂത്തുമാളുടെ മോള് കയറി കഴിഞ്ഞ അവൾ നല്ല പ്രാക്ടീസാണ്. വേദന കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കയറിനേക്ക് മുമ്പ് ഒരു രസമുണ്ടായിരുന്നു. കയറിനേക്ക് മുമ്പ് ഞങ്ങൾ ചെല്ലുമ്പോൾ വേറെ പിള്ളേർ അവിടെ ഉണ്ടല്ലോ, ഓൾറെഡി പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഈ പിള്ളേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഇവള് മുൻകൂർ ഒരു ഇതെടുത്ത്
ഇവള് പറഞ്ഞ് നിങ്ങൾ നാരം മുറിക്കില്ല, ഞാൻ പോയി മുതലാളിനോട് പോയി പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ്. അവിടുത്തെ ഒരു ഒരപ്പാപ്പനുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവള് പറഞ്ഞ് ഞങ്ങളിന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവള് പറയണ പോലെ അഭിനയിച്ചിട്ട് ഇവള് പോയി ചെന്നപ്പോഴത്തേക്കും ഇവള് പറഞ്ഞ് ദേ അവിടെ ഇവള് പറഞ്ഞു ഇല്ലെന്നൊന്നും അറിയില്ല, അവിടെ പിള്ളേര് നാരങ്ങ മുറിക്കുന്ന എന്തോന്ന് പറഞ്ഞു അവിടെ ചെന്ന്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് പോയി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇവര് ഓടിച്ചിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് പറിക്കാനായിട്ട് നാരങ്ങ. അങ്ങനെ തന്നെ ഇവരെ ഓടിച്ച് ഞങ്ങൾ നാരകം ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവള് ചെന്ന ഓണർ വരും എന്നുള്ളത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. അങ്ങനെ വേഗം തന്നെ ഞങ്ങളിങ്ങനെ ഇവള് പറിച്ച് കുറച്ചൊക്കെ ആയപ്പോൾ അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറിച്ചതിൽ കക്കും പിഞ്ച് നാരങ്ങ മുതൽ എല്ലാം ഇവർ പറിച്ചിട്ടുണ്ട്. ഇവർ മൂത്താണെന്നൊന്നും അറിയാതെ ഒന്ന് പറിച്ചേക്കണത്. അത് കുറച്ചൊക്കെ തോട്ടിലോട്ട് കളഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ ചൂട്ടിലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു പകുതി ആയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ എന്താ ഇതിൻ്റെ മുതലാളി വിളിച്ചെന്ന് പറഞ്ഞേക്കല്ലേ ഇന്ന ആൾക്കാർ ഇത് നാരങ്ങ പറിക്കുന്നത്. അവർക്ക് ആവശ്യമൊന്നുമില്ല ശരിക്കും ആ നാരങ്ങയൊന്നും അവരെടുക്കാനും പോകുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഇയാൾ വരുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും എൻ്റെ മൂത്തുപാടെ മോള് കയറി മേളിലിരിക്കണം. ചെന്ന് പറഞ്ഞാൾ എൻ്റെ മേളിലിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ എൻ്റെ നേരെ മൂത്ത് ചേട്ടത്തി എന്നോട് പറഞ്ഞു, ഇത്താത്ത എന്നോട് പറഞ്ഞ് പുള്ളി വരണുണ്ട് കേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കയറി എന്നിട്ട് കുറച്ച് കണ്ട് പറിച്ചോളൂ. ഈ പറിച്ചത് ഈ താഴെയിട്ടാണ് പിഞ്ചും എല്ലാം നമ്മളുടെ തലയിലാണ് അവസാനമായേക്കണത്. എന്താണെന്ന് വെച്ചാൽ നമ്മളത്രയും പറിച്ചിട്ടില്ല. അപ്പോൾ വേഗം തന്നെ എൻ്റെ ഇത്ത അങ്ങോട്ട് പോകാൻ അവിടെ നിൽക്ക് പോലെ എന്താണ് പോലെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ നിർത്തി. നിങ്ങളെന്ത് പണിയാണ് ചെയ്തത്? ആരോട് ചോദിച്ചിട്ടാണ് നാരങ്ങ കുറച്ചെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടാണ് അയാൾ വന്നേക്കണേന്ന് തോന്നുന്നത്. അയാൾ വെറുതെ അങ്ങോട്ട് വന്നതങ്ങണ്ടാണ്. ആർക്കാന്ന് ഞങ്ങളും ചെറുതല്ലേ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഒന്ന് പറഞ്ഞ് അപ്പം ഉമ്മച്ചേനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ മൂത്തുമ്മ വന്നിട്ട് വേഗം തന്നെ ഒരു പാളയെടുത്ത് എല്ലാ നാരങ്ങയും പെറുക്കിയിട്ട് ഇനി മേലിൽ ചേരുന്നു. എവിടെ അയാൾ വെറുതെ ഒരു തമാശയെ കൂടി പറഞ്ഞതാണ്. മൂത്തുമ്മ നാരങ്ങയും കൊണ്ട് മൂത്തുമ്മ വീട്ടിൽ വന്നു. അപ്പം ഞങ്ങളോട് ഒറ്റ നാരങ്ങയും എടുക്കരുത് അതിന്ന് വല്ലയിടത്തും പോയി പറിക്കാനായിട്ട് എന്തോരം പറിച്ചിട്ടാണ്. അപ്പം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിഞ്ച് നാരങ്ങയും പറിച്ചതും എല്ലാം നമ്മുടെ തലയിലായെന്നുള്ളതാണ്. ഇവിടേക്ക് ചെന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല സത്യത്തിൽ. അങ്ങനെ ഒരു നാരങ്ങ കട്ട കഥയും കൂടിയാണ് ഇതിൻ്റെ അകത്ത് പറയാനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പാടത്തു കൂടി പോകുമ്പോൾ ഞങ്ങൾക്കന്ന് ഈ നമ്മൾ വെള്ളം എടുക്കുന്ന ഈ തേക്കൊട്ട പോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ വലിച്ചിട്ട് രണ്ടുപേര് ചേർന്ന്. അത് കൂടാതെ വേറൊരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് ഇവർക്ക് ഈ പാടത്തു കൂടി പോകാനുള്ള ദേഷ്യം ഈ ഓണർക്കൊക്കെ, പാടത്തിൻ്റെ ഓണർക്കൊക്കെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ചക്രം പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം പുറത്തോട്ട് പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി ഞങ്ങളിങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല രസമാണ്. അന്നത്തെ കാലത്ത് കളിക്കാനും ഇതൊക്കെ കാര്യം ഇഷ്ടംപോലെ നമ്മൾ പോകുന്ന വഴിയൊക്കെ ചേരപ്പാമ്പും എല്ലാം ഉണ്ടാകും. പിന്നെ നല്ല രസമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടങ്ങളിങ്ങനെ നമുക്ക് കൊയ്ത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. പാടത്തു കൂടി പോകും. പിന്നെ സ്കൂള് പൂട്ടുമ്പോഴത്തേക്കും അവിടെ പടിഞ്ഞാറ് അമ്പലത്തിൽ ഒരു ഉത്സവമാണ്. ഒരു മാർച്ച് സീസണൊക്കെ ആകുമ്പോൾ എന്ത് രസമാണ്. അന്നത്തെ കാലങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് കഥകളുണ്ട്. നല്ല രസമുള്ള കഥകളാണ്. അപ്പോൾ ഈ സ്കൂള് പൂട്ടുമ്പോഴത്തേക്കും കൊയ്ത്തെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു മാർച്ച് സമയത്താണ് പടിഞ്ഞാറ് അമ്പലത്തിൽ. അതിന് ഇപ്പുറത്തൊരു അമ്പലമുണ്ട്, കിഴക്കൊരമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഡിസംബർ ആകുമ്പോഴത്തേക്കാണ്. അമ്പലത്തിൽ പോണ കഥകളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്തുള്ളവരൊക്കെ കൂടിയാണ് പോണത്. അവരൊക്കെ രസമാണ്, നല്ല രസമാണ്. ഇത്താമാരും ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. സിനിമ പോകുന്ന കാര്യങ്ങളും പിന്നെ അങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞൊരു കഥ തന്നെ പറയാനുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഞങ്ങൾക്ക് ഇതുപോലെ പാടത്ത് കൂടി പോകുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടമല്ല പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നശിപ്പിക്കും. നമ്മൾ അവരുടെ വയലൊക്കെ ഒരുപാട് നശിപ്പിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പശുവൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവർ നല്ലോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന ഇതാണല്ല, അവർ അതിൽ നിന്ന് ഉപജീവനമൊക്കെയാണ് അവരുടെ.
അപ്പോൾ ഇങ്ങനെ വയലിൽ അപ്പം നമ്മളിങ്ങനെ പോകാം നമുക്ക് നടന്ന്. പക്ഷെ കൊയ്ത്ത് കഴിയുമ്പോഴൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ ഓടി പെട്ടെന്ന് നമുക്ക് ഷോട്ട് കയറി അങ്ങനെ പോകാൻ പറ്റും കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ സ്കൂളിലൊക്കെ പോണത് ഒരു പോസ്റ്റ് വെച്ച് ഞങ്ങൾക്ക് നടന്നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോണത്. നടന്നു പറഞ്ഞപ്പോൾ മലവെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാ റോഡുകളും നിറയും, വെള്ളം കൊണ്ട് നിറയും, എല്ലാം ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലൊന്നും അങ്ങനെ പോകണ്ട. അപ്പോൾ നല്ല രസമാണ്. ഒരുപാട് നമുക്ക് നടക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ ബസ്സിന് പോകുന്ന അല്ലെങ്കിൽ സൈക്കിളിന് പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരമുണ്ട് നടന്നെത്താനായിട്ട്. സ്കൂളിലൊരു അരമണിക്കൂറോളമെങ്കിലും നമ്മൾ നടന്നാലാണ് സ്കൂളെത്തുന്നത്. അപ്പം ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ അപ്പം ഉച്ചക്ക് ഞങ്ങൾ ചോറിനാനൊക്കെ വരണമെങ്കിൽ കൂട്ടുകാരികളോട് പറയും ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഉച്ചക്ക് ചോറിനാൻ വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ചോറിനാൻ വരണത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാ വഴിയോരത്തുള്ള എല്ലാ വീടുകളിലും കയറണം. ആ സമയത്ത് അങ്ങനെയൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്ത് സമയം കുറവായിരിക്കും. എന്ന് വെച്ചാൽ 2 മണിക്കാകുമ്പോഴത്തേക്കും 1:30 ക്ലാസ് തുടങ്ങുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയിൽ ഒരുപാട് സമയമുള്ളത്. അപ്പം ഞങ്ങൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് വെച്ച് ഞങ്ങൾ ഓടും, ഒരു പോസ്റ്റ് വെച്ച് നടക്കും, ഒരു പോസ്റ്റ് വെച്ച് ഓടും. അങ്ങനെയാണ് ഞങ്ങളുടെ സ്കൂളിലോട്ട് പോണതും വരണതൊക്കെ. ആ പോകുന്ന വഴിയിൽ ചിലപ്പോഴൊക്കെ മത്സരിച്ച് ഓടുന്ന പിള്ളേരൊക്കെ ഉണ്ട്. മത്സരിച്ച് ഓടുന്ന എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ എവിടെയെങ്കിലും എത്തണേന് അവർ ബോഡി കറക്റ്റ് 3:45 വിടുകയാണെങ്കിൽ അവർ 4-5 ആകുമ്പോഴത്തേക്കൊക്കെ വീട്ടിലെത്തുന്ന ടൈമുണ്ട്. നല്ല രസമാണ്, നല്ല സ്പീഡാണ്. അവർ ഓടി പെട്ടെന്ന് വീടെത്തും. അങ്ങനെയൊക്കെ നല്ല രസമാണ് അന്നത്തെ കാലങ്ങളൊക്കെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാങ്ങ കൊത്തിയാൽ നമുക്ക് കഴിക്കാം അല്ലേ. മാങ്ങ എത്ര ഇതാണെങ്കിലും നമുക്ക് കഴിക്കാം. അന്നൊരു പ്രശ്നവുമില്ല അല്ലേ. ഇപ്പോഴാണ് നിപ്പയും അതും ഇതും എല്ലാ അസുഖങ്ങളൊക്കെ ഓടി വരണത്. അന്ന് എവിടം വരെയൊക്കെയാണ് നമ്മൾ മാങ്ങ പെറുക്കാനായിട്ടൊക്കെ പോകുന്നത്. എല്ലാ വീടുകളിലും നമ്മൾ മാങ്ങ പെറുക്കി താഴ്ത്തി കിടക്കണ എല്ലാം നമ്മൾ പെറുക്കി തിന്നും അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം സ്കൂളിലോട്ടൊക്കെ പോകുന്നതും ആ ചെറുപ്പകാലത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. മാങ്ങ പെറുക്കാൻ പോകണം. അപ്പം ഞങ്ങളിതുപോലെ ഞാനൊക്കെ ഇങ്ങനെ ഊത്തുപള്ളി പോയി മാങ്ങ പെറുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ലാസ്റ്റത്തെ ഒരു സ്ഥലത്തുണ്ട്. ആ സ്ഥലത്ത് ചൊല്ലി നമ്മൾ കഴിയുമ്പോഴത്തേക്കും പിള്ളേർ അടിയിൽ നിൽക്കറുണ്ടാവും. മുണ്ടും പിഴച്ചിട്ട് ഒറ്റ ഓട്ടമാണ് മാങ്ങ പെറുക്കാനായിട്ട്. ലാസ്റ്റത്തെ ഇത് ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടമാണ് മാങ്ങ പെറുക്കാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുള്ള സമയമാണ്. അപ്പം ആ കാറ്റത്ത് നല്ലൊരു വൈകുന്നേരം ഒരു 5:30 മണി 6 മണിയാകുമ്പോൾ നല്ലൊരു കാറ്റും മാങ്ങ വീണേനെ അപ്പം അറിയാൻ പറ്റും നമുക്ക് മാങ്ങയൊക്കെ വീണിട്ടുണ്ടാവും എന്നുള്ളത്. ആ നല്ല കാറ്റത്ത് ഈ കൊല കുത്തി കിടക്കണ മാങ്ങ ഇങ്ങനെ അപ്പോൾ ഓർക്കോട്ടെ. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഓർക്കും. ഇത്രയും ഒരു 10-15 മാങ്ങയൊക്കെ ഉണ്ടാവും ഒരു കൊലയിൽ. അപ്പം ആ മാങ്ങയുടെ മേളിൽ കാക്ക കയറിയിരിക്കും. ആ കയറിയിരിക്കുമ്പോഴത്തേക്കും കാക്ക ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ തന്നെ ചില മാങ്ങ നല്ല പഴുക്കാറായി നിൽക്കണ മാങ്ങയാണെങ്കിലും ആ മാങ്ങ കാക്കയുടെ കാല് കൊണ്ടിട്ട് താഴത്തോട്ട് ഉതിർന്ന് വീഴുമ്പോൾ അപ്പം തന്നെ മനസ്സിലോർക്കും ഇങ്ങനെ ഒരു കാക്കയായിട്ട് ജനിച്ചെങ്കിൽ എന്നിങ്ങനെ മനസ്സിലോർക്കും. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ മനസ്സിലോർക്കും ഒരു കാക്കയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ കാക്ക അപ്പം ഞങ്ങൾ പറയും കാക്കയ്ക്ക് എന്തൊരു സുഖമാണല്ലേ, ഇഷ്ടമുള്ള മാങ്ങ തിന്നാ, ഇഷ്ടമുള്ള മാവിൽ കയറിയിട്ട് ഇഷ്ടമുള്ള മാങ്ങ തിന്നാൻ പറന്ന് നടക്കുക അല്ലേ. നല്ല രസമല്ലേ കാക്കക്ക് നന്നായിട്ട് പറന്ന് നടക്കാവൂ. എന്തൊരു ഇതാണ്. അടുത്ത ജന്മം ഒരു കാക്കയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴൊരു കാക്കയായിരുന്നെങ്കിൽ എന്തോരം മാങ്ങ തിന്നായിരുന്നൊക്കെയാണ് അന്ന് നമ്മൾ ചിന്തിക്കണത്. അന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നല്ല ഭക്ഷണങ്ങളാണ് അന്നെല്ലാം കഴിച്ചത്. നമ്മളുടെ വീടിൻ്റെ തൊടിയിലെല്ലാം നമ്മൾ ഇത് ചെയ്ത് എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ അന്ന് നമ്മൾക്ക് അത്രയ്ക്കും കഴിവുകൾ കുറവാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി നമ്മളുടെ പറമ്പുകളിൽ അന്ന് സമ്പത്തും ഇതൊന്നുമല്ല കാര്യം. ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ഇത് ഉള്ളവർക്ക് ഉള്ളതുപോലെയും ഇല്ലാത്തവരില്ലാത്തതുപോലെയും. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും അതിനകത്ത് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് പടവലം, പാവല്, ചീര, പിന്നെ കൂർക്കയൊക്കെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലമില്ല നമുക്ക് കൂർക്കയൊന്നും ഉണ്ടാക്കാം. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ അയൽവക്കത്തുള്ളൊരു അവരുടെ ഒരു മൂത്താപ്പയുടെ പറമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവിടെയാണ് ഞങ്ങൾ കൂർക്കയൊക്കെ ഇടണം.
അപ്പോൾ നമ്മൾ അവർക്ക് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഒന്നും നമ്മളുടെ ഇതനുസരിച്ച് നമുക്കത് എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമാണ് കൃഷിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കണം. അല്ലാതെ നമുക്ക് അവർക്ക് പൈസയോ ഒന്നും നമ്മൾ കൊടുക്കണില്ല. നമ്മളെന്തെങ്കിലും പറിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ പാട്ടത്തിനെടുത്ത് അങ്ങനെയൊന്നുമല്ല. എന്നാലും ഇഷ്ടംപോലെ കൂർക്കകളും അപ്പം എന്നൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട് നമ്മൾ കൂർക്കയൊക്കെ തിന്നാനായിട്ട് നല്ല രുചിയാണ് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് പൈപ്പും കാര്യങ്ങളും കറണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഞാൻ വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേളിൽ നിന്ന് നമുക്ക് വെള്ളം നമ്മൾ തട്ടായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. അപ്പം എൻ്റെ വീടിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യണത്. കൃഷി കുറച്ച് ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ട് താഴത്തേക്കുള്ളത്. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പായിട്ട് കിടക്കുന്നതിൻ്റെ ഏറ്റവും മേളിലാണ് വീടിരിക്കണമെങ്കിൽ അവിടെയാണ് കിണറുള്ളത്. പിന്നെ ഞങ്ങൾ താഴത്ത് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടല്ലേ ഈ കൃഷി നമ്മൾ ചെയ്യണം. വലിയ കൃഷികളല്ല കേട്ടോ, നമ്മളുടെ അത്യാവശ്യം നമ്മൾക്ക് തിന്നാലും കടയിലൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടാനല്ല, എന്നാലും ഒരു സന്തോഷത്തിൽ നമ്മളിപ്പോൾ ആവശ്യമായിട്ട് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പടവലമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടവലമൊക്കെ നല്ല രസമാണ്. നല്ല ഒരു വിഷുയുടെ ടൈമൊക്കെ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു രസമാണ്. ഇപ്പോൾ വിഷുയുടെ സമയം ഞാൻ ചാർജ് കുറഞ്ഞു പോയിട്ട് അതുകൊണ്ട് ഞാൻ ചാർജിലേക്ക്. അപ്പോൾ ഒരു വിഷുയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പൊതുവായിട്ട് ആ സമയമാണ് ഇങ്ങനെ വിളവിൻ്റെയും ഇതൊക്കെ നല്ലൊരു സമാധാനമുള്ളൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മഴയില്ല, വെയിലില്ല, അധികം മഴയൊന്നും ഇല്ലാത്തൊരു നല്ലൊരു കാലാവസ്ഥയാണ്. നല്ലൊരു കാറ്റും തണുപ്പും ഇതൊക്കെ. പുഴയുടെയൊക്കെ ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ പുഴയുടെ കരിയത്തുള്ളവർക്കൊക്കെ നല്ലൊരു ഇതാണ്, നല്ല മഴയില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മൾ പാവല്, പടവലം, പീച്ചിങ്ങ, ചീര എന്ന് വേണ്ട എല്ലാ ഇതും. അതും ഓണം ടൈം ആകുമ്പോഴത്തേക്കൊക്കെ മഴത്തേക്ക് മുമ്പ് നമ്മളിതൊക്കെ അങ്ങനെയാണ് ആ കൃഷിയുടെ ഓരോ സീസൺ ഉണ്ടല്ലോ ഓരോന്നിന്. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കൃഷി നല്ല മഴയില്ലാത്തൊരു ടൈമാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ അപ്പോൾ പടവലം, പാവല്, ചീര, പീച്ചിങ്ങ, പിന്നെ വേണ്ട കപ്പലണ്ടി വരെ നട്ടിട്ടുണ്ട് കേട്ടോ. നട്ടിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടല്ല, ഒരു കുറച്ചൊക്കെ ഒരു വാരമൊക്കെ, അങ്ങനെ അധികം സ്ഥലവും ഇല്ലല്ലോ. വേറെ നമ്മളപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യും. കൂർക്കയും മധുരക്കിഴങ്ങ് എല്ലാം ചെയ്യും. പിന്നെ മധുരച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് കുറവാണ് കേട്ടോ. അത് മധുരച്ചേമ്പൊക്കെ അതൊരു കട പോലും ഒന്ന് കിട്ടാനില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ ആ മധുരച്ചേമ്പ് നമ്മളിങ്ങനെ ഒരു വേലി പോലെയൊക്കെ മധുരച്ചേമ്പ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുങ്ങി എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. നല്ല പൊടി പോലെ ഇരിക്കും അത്. അപ്പോൾ അതൊക്കെ നട്ട് അതൊന്നും ഇന്ന് കാണാനില്ല. അപ്പോൾ ഈ പടവലവും പാവക്കയൊക്കെ ഉണ്ടാക്കും. ഈ പടവലത്തിനൊക്കെ പോയി നമ്മൾ ഈ ചെമ്മീത്തിൻ്റെ ഒരു വളമുണ്ട്, പൊടിച്ചെമ്മീൻ, അത് ചീത്ത ചെമ്മീപ്പൊടി ഉണ്ട്. അതൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി എൻ്റെ ഉപ്പയൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെയാണ് വളമായിട്ടിടണം. നല്ല രീതിയിലുണ്ടാകും. നല്ലോണം ഇഷ്ടം പോലെ പടവലങ്ങ ഉണ്ടാകും. പടവലങ്ങയൊക്കെ ഇങ്ങനെ പന്തലിട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനാണ് എൻ്റെ ഒപ്പമൊക്കെ നിൽക്കണത്. എൻ്റെ ഉപ്പാടെയൊക്കെ ഒപ്പം ഞാനാണ് കൂടുതലായിട്ട് നിൽക്കണത്. അങ്ങനെ ഈ പടവലമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ പടവലങ്ങ നല്ല ഇതായിട്ട്. പാവലാണെങ്കിൽ പാവലൊക്കെ ഇടക്ക് കേടൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല, നല്ല ഇതാണ്. അങ്ങനെ എല്ലാ കൃഷികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നനക്കനെ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് മോട്ടറും പൈപ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ആ സമയത്ത് മേളിൽ നിന്ന് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്ന് നനക്കും. ഒന്നില്ലെങ്കിൽ തോട് വഴി വെള്ളം വിടും. തോട് വഴി വെള്ളം വിട്ടാലും വെള്ളം അങ്ങനെ കിട്ടൂല. അവിടെ നിന്ന് വറ്റി പോകും. പിന്നെ ഇങ്ങോട്ട് എത്താനുണ്ടാവില്ല. പിന്നെ താഴത്ത് ഞങ്ങൾ ഇതുപോലെ ചെറിയൊരു കുഴി ഒഴിച്ചിട്ടുണ്ട്, കിണർ പോലെ തന്നെ. പക്ഷേ എന്ത് നല്ല വെള്ളമാണെന്ന് അറിയാമോ. താഴത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമാണ് അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആ കുഴിയിൽ നിന്ന് നമ്മൾ വെള്ളമെടുത്ത്, ചെറിയൊരു കിണറാണ്, ആ കിണറിൽ നിന്ന് നമ്മൾ വെള്ളമെടുത്ത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ വെള്ളം തീരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ വലിയ ആഴമില്ലാത്തതാണ്. പിന്നെ വെള്ളം നമുക്ക് അപ്പുറത്തൊരു പുഴ പോലത്തെ തോടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അവിടെ വെള്ളം കിട്ടണത്. അപ്പോൾ അത് നമ്മളിപ്പോൾ പകുതി താഴ്ത്തി വന്നപ്പോഴത്തേക്കും തന്നെ വെള്ളം ആകും. അത് അധികം ഒന്നും താഴ്ചയിലില്ല.
അങ്ങനത്തെ ഒരു കിണറാണ്. അപ്പോൾ ആ കിണറ്റിൽ വെള്ളം തീരുമ്പോഴത്തേക്ക് നമ്മൾ മേളിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴിക്കാം. അങ്ങനെ നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ആർക്കും കൃഷി പോലും ചെയ്യാനായിട്ട് പറ്റണില്ല. അന്ന് നല്ല കഷ്ടപ്പെട്ട് നമ്മൾ ഇതുപോലെയൊക്കെ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ വെള്ളം നമ്മുടെ മുറ്റത്തുണ്ടെങ്കിലും ഓസുണ്ടെങ്കിൽ പോലും ആർക്കും ചെയ്യാനുള്ള മനസ്സില്ല. പിന്നെ എല്ലാവരും എല്ലാ ഭാഗങ്ങളും ചീത്താവുന്നുള്ളൊരിതിൽ ആരും കൃഷി ചെയ്യാനായിട്ട് മിക്കവരും എത്രയോ സ്ഥലങ്ങളുള്ളവർ കൃഷി ചെയ്യാതെ വെറുതെ പറമ്പുകൾ ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒക്കെ കാലഘട്ടങ്ങളാണ്. അപ്പം ചെറുപ്പത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി രസമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ മാങ്ങ ഉറക്കുമ്പോൾ ഇങ്ങനെ കിളീനെ നോക്കിയിട്ട് പോകും, ഞാൻ ആ കിളിയായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളെല്ലാവരും നമ്മൾ സങ്കല്പിച്ചു വിട്ടണ്ടല്ലേ ഒരു സമയത്തൊക്കെ. എല്ലാവരും പഴയ ഒരു കാലമൊന്നും നമുക്കിനി തിരിച്ച് കിട്ടാനില്ല. ഇനിയൊരു ജന്മം ഉണ്ടോയെന്ന് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളുടെയൊക്കെ ഇത് കടന്നു പോയേക്കണത്. നല്ലത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ ഇതില്ല. ഇപ്പോഴത്തെ പണ്ടത്തെ പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വീല് ടയർ ഓടിച്ചു കളിക്കാനുള്ള പിള്ളേർക്ക് അതൊരു കളിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തെല്ലാം കളികളാണ്, കുട്ടിയും കോലും, അതെല്ലാം നമ്മുടെ ഓർമ്മയിലോട്ട് പോലും വരണില്ല ഇപ്പം. കുട്ടിയും കോലും എന്താണെന്ന് കുട്ടിയും കോലും കളിച്ചിരുന്നൊരു കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് രസമായിരുന്നു അതൊക്കെ. ആളന്വേഷിച്ചെടുക്കലാണ് കളിക്കാൻ. രണ്ടുപേരും, ഒരാളില്ലെങ്കിൽ ഒരാളെ തേടി നമ്മൾ പോകും അത് കളിക്കാനായിട്ട്. രണ്ടുപേരും വേണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഏതാണ്. പിന്നെ നമ്മുടെ തൊണ്ണൻ എന്ന് പറയും, തേങ്ങയുടെ കരിക്കിൻ്റെ തൊണ്ണൻ എലി കുത്തിയിടുമ്പോഴത്തേക്ക് ആ തൊണ്ണൻ ഉന്തിക്കളിക്കൽ, ടയർ ഉന്തിക്കളിക്കൽ, പിന്നെ വട്ടുകളി അതൊക്കെ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. വട്ടുകളിക്കുമ്പോൾ നമ്മളുടെ ഇത്താമാരൊക്കെ ഞങ്ങളുടെ അടുത്തൊരു കുറേ മക്കളൊക്കെ ഉള്ളൊരു ഇത്താമാരൊക്കെ ഉണ്ട്. ഒരു വീടുണ്ട്, ഒരുപാട് പെൺപിള്ളേരും ഇതൊക്കെ ഉള്ളത്, ഒരുപാട് മക്കളുണ്ട് ആ വീട്ടിൽ. ആ ഇത്താമാരൊക്കെ നല്ല തമാശയൊക്കെയാണ്. അപ്പോൾ അവിടെയും പിന്നെ ഞങ്ങളുടെ തൊട്ട് കിഴക്കയിലൊക്കെയാണ് കളിക്കാനുള്ള മുറ്റങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ വട്ട് കളിക്കുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും എണ്ണിച്ചേർക്കും വട്ട് കളിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ആ ഭാഗത്തുള്ള മിക്ക പിള്ളേരും കളിക്കാനുണ്ടാവും. ആ കളിക്കാനുള്ള പിള്ളേരൊക്കെ എല്ലാവരും ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റൂലല്ലോ ഇവർക്ക്. ഇത്താമാർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചിട്ട്, അപ്പം ഞങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളെയും കളിക്കാൻ ചേർത്തേക്കാണെന്നാണ്. അപ്പം ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോഴത്തേക്കും ഇവർ കളിക്കാനായിട്ട് ഇങ്ങനെ ഇത്രയും പേര് എണ്ണുമ്പോഴത്തേക്കും എണ്ണണയിലൊക്കെ ഞങ്ങളുണ്ടാവും. എണ്ണിക്കഴിഞ്ഞ് കളിക്കാനുള്ള സമയമാകുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഔട്ടാകും. പക്ഷെ ഞങ്ങളെയൊന്നും അതിൽ കൂട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ എണ്ണലിലൊന്ന് നിർത്തിയേക്കണതാണ്, അല്ലാതെ ഞങ്ങളെ കളിക്കൂട്ടാന്നല്ല. അപ്പോൾ ഈ വട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള്ളക്കൊതി എടുക്കും. അപ്പോൾ ആ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഊഞ്ഞാൽ. അപ്പോൾ ഈ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടിലും ഇതേപോലെ കളിക്കാനുള്ള ഇഷ്ടംപോലെ മുറ്റമുണ്ട്. അപ്പോൾ വട്ടൊക്കെ കളിക്കുമ്പോഴത്തേക്കും എല്ലാ അവിടുത്തെ ആൾക്കാർക്കും കളിക്കാനുള്ള നല്ല വലിയ മുറ്റമായിട്ടാണ് ആ വീട്. അപ്പോൾ ഇങ്ങനെ വട്ടം വരച്ച് കളിക്കാൻ, പിന്നെ എന്തൊക്കെ ഒരു കള്ളൻ പോലീസും പോലെ വരച്ച് തന്നെയൊക്കെ കളിക്കും, കളിയുടെ രീതിയിലുള്ള ഇതിൽ. അങ്ങനെ കളം ഈ കബഡിയൊക്കെ കളിക്കണ പോലെ തന്നെ ആ ഒരു രീതിയിൽ കളം വരച്ചിട്ടൊക്കെ ഇങ്ങനെ കളിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ മാസത്തിലുള്ള പരിപാടികളൊക്കെ ഇടും ഈ ചെറിയ പിള്ളേരെയും കൊണ്ടൊക്കെ എല്ലാവരും. പിന്നെ വലിയ ആൾക്കാരാണെങ്കിൽ നാടകം, അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉത്സവത്തിനൊക്കെ പോണ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഇതെല്ലാം പറയാനായിട്ട് ഞാനൊരു ദിവസം ഒരുപോലെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അപ്പോൾ ഉത്സവത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു കഥയാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറയാം. അപ്പം ഇതെല്ലാമായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒന്നും പറയാനില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നല്ലൊരു വീഡിയോ, നല്ല രസമുള്ളൊരു വീഡിയോ, ഉത്സവത്തിനൊക്കെ പോണ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി പറയാണ്, എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ശുഭരാത്രി, ശുഭദിനം. ഓക്കെ.